ടീനേജ് ആയിട്ടുള്ള കുട്ടികൾ പലപ്പോഴും പറയാറുള്ള ഒരു കാര്യം തന്നെയാണ് ഒന്നിനും ടൈം കിട്ടുന്നില്ല എന്നുള്ളത്. പ്രോപ്പറായിട്ടുള്ള ഒരു ടൈം മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്കില്ല് തന്നെയാണ്. സോ ഹായ് ദേർ, ദിസ് ഈസ് ഡോക്ടർ ആര്യ ദേവി. ടീനേജ് ആയിട്ടുള്ള കുട്ടികൾ പലപ്പോഴും ടൈം മാനേജ്മെൻറ്റിൻ്റെ കാര്യത്തിൽ സ്ട്രഗിൾ ചെയ്യാറുണ്ട്. കാരണം അവരുടെ ബ്രെയിൻ ഇപ്പോഴും ഡെവലപ്മെൻറ്റ് സ്റ്റേജിലാണ് ഉള്ളത്. അവർ പ്ലാനിങ്ങിനെ കുറിച്ചിട്ടും ഇമോഷൻസ് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാനും ഒക്കെ പഠിച്ചു വരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും മറന്നു പോവുക, അല്ലെങ്കിൽ ചില കാര്യങ്ങളൊക്കെ പോസ്റ്റ്പോൺ ചെയ്യുക, അതും അല്ലെങ്കിൽ പ്ലാൻ ചെയ്താലും അത് പ്രോപ്പർ ആകാതിരിക്കുക എന്നതൊക്കെ അവർക്ക് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഈ ഒരു കാര്യത്തിൽ പേരൻസിന് കുട്ടികളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. ആദ്യം തന്നെ നമുക്ക് അവരോട് പറയാം, കാര്യങ്ങൾ ചെയ്യുമ്പോൾ റൂട്ടീനായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ഈസി ആയിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും എന്നുള്ള കാര്യം പറയാം. അതിനോടൊപ്പം തന്നെ വലിയ ഗോൾസൊക്കെ അവർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ഡിവൈഡ് ചെയ്ത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അതിനെ അപ്രോച്ച് ചെയ്യാനായിട്ട് അവരോട് പറയാം. ഒപ്പം തന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾ അവർ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അവരെ അപ്രീഷിയേറ്റ് ചെയ്യാനായിട്ടും ശ്രമിക്കാം. ഒപ്പം ഇടയ്ക്കൊക്കെ പ്ലാനിങ്ങിനെ കുറിച്ചിട്ട് നമുക്ക് അവരോട് ഓപ്പണായിട്ട് തന്നെ സംസാരിക്കാം. പ്രോപ്പറായിട്ടുള്ളൊരു ടൈം മാനേജ്മെൻറ്റ് ഉണ്ടെങ്കിൽ തന്നെ കുട്ടികൾക്ക് സ്ട്രെസ് ഫ്രീ ആവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ വളരെ കോൺഫിഡൻ്റ് ആവാനായിട്ടും ഒപ്പം അവർക്ക് റെസ്റ്റ് എടുക്കാനും അവർക്ക് സെൽഫ് കെയറിന് വേണ്ടിയിട്ടുള്ള ഒരു ടൈം കണ്ടെത്താനും ഒക്കെ ഇത് സഹായിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈം മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യുമ്പോൾ അത് അവർക്കൊരു പ്രഷറായിട്ട് തോന്നാനായിട്ട് പാടില്ല. പകരം അവർക്ക് കുറച്ചുകൂടെ ഫ്രീ ആയിട്ട് ഫീൽ ചെയ്യാനും അതുപോലെ തന്നെ അവരുടെ ലൈഫിനെ കുറച്ചുകൂടെ ബാലൻസ്ഡ് ആക്കാനുമായിട്ട് നമുക്ക് അവരെ ഹെൽപ്പ് ചെയ്യാം.